ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ഷഹല. കുറച്ച് നാളുകളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവാസിയുടെ ഭാര്യയെ കാണുവാനില്ല എന്നത്. ആദ്യമൊക്കെ പോലീസ് അന്വേഷിക്കുകയായിരുന്നു. വീണ്ടും കണ്ടെത്തിയെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഷോപ്പുകാരനുമായി ഒളിച്ചോടി പോയി എന്നതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം. ഇപ്പൊ കുട്ടികളെയും കൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടുക എന്നതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ മാന്യമായി ജീവിക്കുന്ന പ്രവാസികളുടെ ഭാര്യമാർക്ക് ഇതൊരു ചീത്തപ്പേരായി മാറിക്കൊണ്ടിരിക്കും. കാരണം സമൂഹം ഈ പ്രവാസികളുടെ ഭാര്യമാരെ ഒരു പ്രത്യേക ദിശയിൽ മാറ്റി നിർത്തി ഒരു പ്രത്യേക കോണിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രവാസികളുടെ ഭാര്യമാരെന്ന് പറയുന്നത് ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുന്നവരാണ് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ധാരണ സമൂഹത്തിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആളുകൾ എന്താ ഉദാഹരണം ഇതൊക്കെ തന്നെയാണ്. ഷഹലയെ പോലുള്ളവർ പ്രവാസികളുടെ ഭാര്യമാർ ഇതേപോലെ ഒളിച്ചോടുമ്പോൾ മാന്യമായി ജീവിക്കുന്ന പ്രവാസികളുടെ ഭാര്യമാർക്ക് അതെന്താണ് അവരെയും അത് ഒരു രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം പ്രവാസികളുടെ ഭാര്യമാരെ എല്ലാവരെയും നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. പാവം സ്ത്രീകളുമുണ്ട്, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീകളുണ്ട്, ഭർത്താവിനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ എല്ലാവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ആ ചിന്ത തെറ്റാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ഇപ്പം ഒരു നമ്മളൊരു സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലതും കാണും ചീത്തയും കാണും. ഇപ്പൊ 10 പേര് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 പേര് മോശമായിരിക്കും, 5 പേര് നല്ലവരായിരിക്കും. പക്ഷെ ഈ 5 പേര് മോശമാണ് എന്ന് പറഞ്ഞും കൊണ്ട് കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള 5 പേര് മോശമാകണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. കാരണം ഇപ്പൊ ഈ ഷഹല ഒളിച്ചോടിപ്പോയി. അപ്പം ഈ നാട്ടിലുള്ള വാർത്തയും കാര്യങ്ങളും ഒക്കെ ഈ പ്രവാസി ആയിരിക്കുന്ന ഭർത്താക്കന്മാര്, അല്ലാതെ മറ്റ് ഭർത്താക്കന്മാര്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാര് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്ത വരും. എന്തുവാ, എന്റെ ഭാര്യയും നാട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, എന്റെ ഭാര്യയും ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ പോകുന്നുണ്ടോ, ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരും. അത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഭാര്യമാരിൽ ഒരു വിശ്വാസം വേണം. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷഹല ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ കാരണം ഭർത്താവിന്റെ ചേച്ചിയാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരി കാരണമാണ്, ചേട്ടത്തി കാരണമാണ് പുള്ളിക്കാരി പോയത് എന്നുള്ളൊരു സംഭവം. അപ്പം ഷഹലയുടെ കൂട്ടുകാരിയുടെ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഷഹലയെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളില്ല. ഒരുപാട് പേര് ഷഹലയെ സപ്പോർട്ട് ചെയ്ത് ആ കുട്ടി അത്രയും അനുഭവിച്ചത് കൊണ്ടാണ് ഒളിച്ചോടി പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ കാര്യമില്ല, പൊക്കോട്ടെ. എന്തുകൊണ്ട് ഒരു കുട്ടിയും കുടുംബമുള്ളവന്റെ കൂടെ പോയി, ഭാര്യയും മക്കളുമുള്ള കുടുംബമുള്ളവന്റെ കൂടെ പോയി. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ഏറ്റവും ഇളയ കുട്ടി 6 മാസം മാത്രം പ്രായമായിട്ടുള്ള കുട്ടിയാ. അപ്പൊ ഒന്നിനെ ഇല്ലാണ്ടാക്കിയിട്ടല്ല അവരവരുടെ സുഖം തേടി പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഷഹലയുടെ കൂട്ടുകാരുടെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അക്ഷരനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയുക. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നാലും ഓൾ ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് എടുക്കുമ്പോൾ ഒരിക്കലും കരുതരുത് ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവള് ചെയ്തത് 100% ഇതല്ല ഓള് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാ പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതമായിരുന്നു എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പൊ നമ്മളെവിടെ പോവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലേനും, അത് കംപ്ലൈന്റ് ആയിപ്പോയി. ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു അതൊന്ന് ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ
നിങ്ങളിപ്പോൾ ഇതിൽ എന്താ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ ഇട്ട് പറഞ്ഞ ഇതൊന്ന് പേ ചെയ്യൂ. അപ്പോൾ ഞാൻ ചോദിച്ചെന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം, അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഈ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിയിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ള ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൾ അറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞ പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിനിയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു പിന്നെന്താ ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ പഴയ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽക്കൊരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിരിക്കും, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോണ് മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണം വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ എന്നെ പറഞ്ഞ് സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ അവള് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു, സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവന് വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കൂ. അപ്പം ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകൻ ഉണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊന്നും എന്ത് പറയാനാന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റൊക്കെ എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അവള് വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്താലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവൾക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ അതൊന്നും അപ്പോൾ നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പം പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡും
ഹസ്ബൻഡിന്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, പക്ഷെ മറിച്ച് ഹസ്ബൻഡ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഷഹലയുടെ കൂട്ടുകാരി ഷഹലേനെ നല്ല രീതിയിൽ വിളിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ ചെയ്തത് ഒരു തെറ്റല്ലാതാവുന്നില്ല. കാരണം ഇപ്പോൾ വീട്ടിൽ എന്തുമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രത്തോളം പീഡനവും കാര്യങ്ങളൊക്കെ സഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, മറ്റൊരു കുടുംബത്തെ അനാഥമാക്കിയിട്ടല്ല അവരവരുടെ ജീവിതം നോക്കേണ്ടത്. ഇപ്പൊ നീ നിന്റെ ലൈഫ് സേഫ് ആക്കണമെന്ന് നീ അത്രയും കാര്യങ്ങളൊക്കെ സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചത് കൊണ്ടാണല്ലോ നീ നിന്റെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി ഒരുത്തന്റെ കൂടെ പോയത്. അപ്പൊ നീ എന്തുകൊണ്ട് ആ പുള്ളിക്കാരന്റെ ലൈഫിലുള്ള ഭാര്യയെയും 3 മക്കളെയും ഓർത്തില്ല? നിന്റെ സുഖം മാത്രം തേടിയല്ലേ നീ പോയത്? അത് ചെയ്തത് ശരിയാണോ? ഈ ഒരൊറ്റ കാര്യം മാത്രം ഈ ഷഹലയുടെ കൂട്ടുകാരി ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വെളുപ്പിച്ചത് കൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഞങ്ങളെ പോലുള്ളവർക്ക് അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഇവിടെ കുറച്ച് ഓൺലൈൻ ആംഗ്ലമാര് ഒളിച്ചോടി പോയ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. കുറച്ച് പേര് പറയുകയാണ്, എന്ത് ഒളിച്ചോടി പോകുന്ന ആദ്യത്തെ വ്യക്തി അല്ലല്ലോ ഇവരെന്ന്, ജീവിക്കട്ടെ. എന്തുകൊണ്ട് മറുവശത്തിൽ നിൽക്കുന്ന അമ്മയും 3 കുഞ്ഞുങ്ങളെയും ചിന്തിക്കുന്നില്ല? അതാരും കാണുന്നില്ല. ഒരു സൈഡില് 3 വ്യക്തികൾ പോട്ടെ, ആ കുഞ്ഞിനെ നമുക്ക് വിടാം. ഷഹലയും അവളുടെ കാമുകനും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത 6 മാസമുള്ള പിഞ്ച് കുഞ്ഞടക്കം ഒന്നും അറിയാത്ത 3 കുട്ടികളും ഒരമ്മയും അവിടെ വിഷമിച്ച് സങ്കടത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതെന്താണ് ആരും മനസ്സിലാക്കാത്തത്? ഈ വോയിസ് ഒക്കെ ഇട്ടിരിക്കുന്ന കൂട്ടുകാരി എന്താ ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാരിനെ സപ്പോർട്ട് ചെയ്തത്? അവൾ അത്രയ്ക്ക് കഷ്ടതയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതൊരു വെളുപ്പിക്കലായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ വെളുപ്പിക്കാനൊന്നും നിൽക്കേണ്ട. കാണിച്ചത് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം തന്നെയാണ്. എന്ത് തന്നെ ആയാലും നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു പോരുന്നത്. ഇത്രയൊക്കെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പരാതിപ്പെട്ടുകൂടാ? പോലീസ് ഇപ്പൊ നിയമപാലകരൊക്കെ എന്തിനാണോ ഉള്ളത്? ഇതുപോലുള്ള കാര്യങ്ങൾ ഒളിച്ചോടി പോകുന്നത് തെറ്റൊന്നുമില്ല, ഒളിച്ചോടി വേണമെങ്കിൽ പോവാം. പക്ഷെ അത് ഇങ്ങനെ മറ്റുള്ളവരെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാവരുതെന്നേ ഉള്ളൂ. വേറൊരു കുടുംബത്തിനെ അനാഥമാക്കിക്കൊണ്ട് പോകരുതെന്നേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിനെ പ്രേമിച്ച് പോയില്ല? എന്തുകൊണ്ട് ഒളിച്ചോടിയില്ല? എന്തുകൊണ്ട് ഒരു അമ്മയെയും 3 മക്കളെയും നിങ്ങൾ അനാഥമാക്കി? അതെന്താ? അത് തെറ്റല്ലേ? നിങ്ങൾ കുറെ അനുഭവിച്ചത് കൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നു. അപ്പൊ അവരിനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു? അവർക്ക് ജീവിക്കണ്ടേ ഇനി? അല്ല, ഈ പോയാള് സ്വന്തം ഭാര്യയും മക്കളെയും നന്നായിട്ട് നോക്കാത്ത ഒരു വ്യക്തി മറ്റൊരു പുരുഷന്റെ ഭാര്യ എങ്ങനെയാണ് നന്നായിട്ട് നോക്കുന്നത്? മറ്റൊരു പുരുഷന്റെ ഭാര്യയും മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെയും എങ്ങനെ നോക്കും? ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, അവര് പോയി സന്തോഷമായിട്ട് സ്വന്തം കുഞ്ഞിനെയും മക്കളെയും ഭാര്യയെയും നോക്കാൻ പറ്റാത്ത ഒരുത്തൻ മറ്റൊരുത്തന്റെ ഭാര്യയും കുഞ്ഞിനെയും എങ്ങനെ നോക്കും? എങ്ങനെ സ്നേഹിക്കും? അവളുടെ കയ്യിലെ പൈസയും സ്വർണവും ഒക്കെ തീർന്നു കഴിയുമ്പോൾ അവളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഇരുന്ന് സംസാരിക്കുന്ന ഞങ്ങളടക്കം ബാക്കിയുള്ള റിയാക്ഷൻ ചാനലുകളും അതെടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു. സത്യം. നാളെ അതായിരിക്കും വാർത്ത വരുന്നത്. നേരത്തെ ഒരു പെണ്ണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിയ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്തായിരുന്നു സിറ്റുവേഷൻ? എല്ലാരും അതെടുത്ത് വെച്ച് വീണ്ടും റിയാക്ട് ചെയ്ത് സംസാരിച്ചോ? ഓട്ടോമാറ്റിക് ആയിട്ടും ഇതും അങ്ങനെ തന്നെ വരും. യാതൊരു സംശയവും വേണ്ട. അവനവന്റെ ഭാര്യ മക്കളെയും തേടി വരും. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലോട്ട് നീങ്ങാൻ, അല്ലാതെ 2 കുടുംബങ്ങളെ ഇങ്ങനെ ഇതാക്കിയിട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പൊ അവര് ഹാപ്പിയാണ്, കാരണം ഹണിമൂൺ മോഡിലാണ്. ഹണിമൂൺ ഊട്ടിയോ കടയ്ക്കനല്ലോ. ഓക്കെ, അണ്ടിയോടെ എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. ഇതേപോലെയൊക്കെ തന്നെ എപ്പോഴും ഉണ്ടായാൽ മതി. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതൊരിക്കും ബൈ.